വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനദ്രവ്യമായി സ്വരൂപിച്ച തുക ഇന്ത്യൻ എംബസിക്ക് ഇന്ന് കൈമാറാനാകില്ല. തുക സംബന്ധിച്ച് ബാങ്കിന്റെ ഓഡിറ്റിംഗ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ തുക നൽകുകയുള്ളൂ. അതിനിടെ സൗദി കേന്ദ്രീകരിച്ച് നിയമ നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള നീക്കവും തുടങ്ങി. അബ്ദുറഹീമിന്റെ മോചനത്തിന് നിയമപരമായ സാങ്കേതികത്വം മൂലം 1 മാസം മുതൽ 3 മാസം വരെ സമയമെടുക്കുമെങ്കിലും മറ്റു നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിയമസഹായ സമിതിയുള്ളത്. അതിന്റെ ഭാഗമായി സ്വരൂപിച്ച 34 കോടി രൂപ ദയാധനം ഇന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ നീക്കത്തിന് ബാങ്കിന്റെ ഓഡിറ്റിംഗ് നടപടികൾ ഇപ്പോൾ തടസ്സമായിരിക്കുകയാണ്. ഓഡിറ്റിംഗ് പ്രവർത്തികൾ ബാങ്ക് അധികൃതർ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. സഹായധനമായി എത്തിയ തുകയുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധനയും ഓഡിറ്റിംഗും പൂർത്തീകരിച്ച ശേഷം മാത്രമേ ദയാധനം ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് നൽകുകയുള്ളൂ. പെരുന്നാൾ അവധിക്ക് ശേഷം ഇന്ന് സൗദിയിൽ കോടതികൾ പ്രവർത്തനം തുടങ്ങിയതോടെ സൗദി കേന്ദ്രീകരിച്ചുള്ള നിയമ നടപടികൾ വേഗത്തിലാക്കാനാണ് അബ്ദുറഹീം നിയമസഹായ സമിതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നിയമസഹായ സമിതി ഭാരവാഹികൾ ഇന്നലെ തന്നെ വാദിഭാഗത്തിന്റെ അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നു. വാദിഭാഗം അഭിഭാഷകർ പരാതിക്കാരായ കുടുംബത്തോട് റഹീമിനെ വിടുതൽ ചെയ്യാനുള്ള അപേക്ഷ നൽകാൻ ആവശ്യപ്പെടും. അത്തരം ചർച്ചകൾ പൂർത്തിയാകുമ്പോഴേക്കും ഓഡിറ്റിംഗ് നടപടികൾ പൂർത്തീകരിച്ച് ദയാധനം ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറാൻ സാധിക്കുമെന്നാണ് നിയമസഹായ സമിതി പ്രതീക്ഷിക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.